പല കുടുംബങ്ങളും തകരുന്നതിൻ്റെ പിന്നിലെ പ്രധാന വില്ലൻ സംശയരോഗമാണ്, അഥവാ ഡെലൂഷണൽ ഡിസോർഡർ. സംശയരോഗിയുടെ സ്വഭാവവും പെരുമാറ്റവും മൂലം വ്യക്തിബന്ധങ്ങളിലും കുടുംബബന്ധങ്ങളിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഏറെ ഭീകരമാണ്. ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും വരെ ഇത് കൊണ്ടെത്തിക്കുന്നു. തെളിവുകളുടെ പിൻബലമില്ലെങ്കിലും സ്വന്തം പങ്കാളിയെയോ കൂടപ്പിറപ്പിനെയോ അടുത്തിടപഴകുന്നവരെയോ സംശയത്തോടെ നോക്കിക്കാണുന്ന ഈ മാനസികാവസ്ഥയെ നാം ശരിക്കും ബോധവാന്മാരാകണം. ഇത്തരം അസുഖമുള്ളവർ സംശയിക്കുന്നവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സ്ഥിരമായി ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിന് തെളിവുകൾ ചികഞ്ഞന്വേഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഒരിക്കൽ സംശയരോഗം പിടിപെട്ടാൽ പിന്നെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ആ കണ്ണിലൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നത് സത്യം. സംശയരോഗം പിടിപെട്ടാൽ ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും നഷ്ടമാവും. രോഗിക്ക് ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ പങ്കാളിയുടെ ജീവിതം കട്ടപ്പുകയായിരിക്കും. കാരണം ഇത്തരക്കാർ ഈ അസുഖം തിരിച്ചറിയുകയില്ല. മാത്രമല്ല, മറ്റുള്ളവർ അവരെ ഇതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയാൽ അത് അംഗീകരിക്കുകയും ചെയ്യുകയുമില്ല എന്നതാണ് പ്രധാന വെല്ലുവിളി. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സംശയത്തിൻ്റെ കരിനിഴൽ വീഴാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന്, ചെറിയ ചെറിയ സംശയങ്ങൾക്ക് പിറകെ പോകാതിരിക്കുക. മറ്റൊന്ന്, പൂർവ്വകാല ജീവിതത്തെക്കുറിച്ച് ചൂഴ്ന്ന് അന്വേഷിക്കാതിരിക്കുക. തൻ്റെ പങ്കാളിയെ മറ്റൊരാളുമായും താരതമ്യപ്പെടുത്തി സംസാരിക്കാതിരിക്കുക. പങ്കാളിക്ക് തൻ്റെ സ്നേഹവും വിശ്വാസവും ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി പറയുന്നതാണ്: സംശയിക്കാനിടയുള്ള സാഹചര്യങ്ങൾ പരമാവധി മനഃപൂർവ്വം ഒഴിവാക്കുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ചികിത്സിക്കുന്നതിനേക്കാൾ ഉത്തമം പ്രതിരോധമാണ്. ഇനി വല്ല സംശയം തൻ്റെ പങ്കാളിക്കുണ്ടായോ എന്ന് തോന്നിത്തുടങ്ങിയാൽ മനസ്സ് തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുക. സംശയത്തിൻ്റെ നാമ്പ് മുറിച്ചു മാറ്റുക. തിരുനബിയുടെ ജീവിതത്തിൽ നിന്നും ഈ വിഷയത്തിലുള്ള ചില പാഠങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൻ്റെ ഭാര്യമാരോട് നല്ല കരുതലായിരുന്നു. എല്ലാ മുഅ്മിനീങ്ങളെപ്പോലെ തന്നെ തൻ്റെ ഭാര്യമാരെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുസ്നുൽ ദന്ന ആയിരുന്നു വെച്ച് പുലർത്തിയത്, അഥവാ നല്ല വിചാരം, സദ്ഭാവന. മാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംശയത്തിനിടവരുന്ന സാഹചര്യങ്ങളിൽ നിന്നും പരമാവധി വിട്ടുനിന്നു. അതിനോടൊപ്പം വല്ല സംശയവും ആർക്കെങ്കിലും തോന്നിത്തുടങ്ങിയോ എന്നിടത്ത് നിന്ന് അത് തുറന്ന് സംസാരിക്കാനും അത്തരം ദുശ്ചിന്തകൾ അവരുടെ മനസ്സിൽ വരാതിരിക്കാനും പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശ്രമിച്ചു. പ്രവാചക പൂങ്കവരുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദി സഫിയ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ എത്തിക്കാഫിലായിരുന്ന സന്ദർഭത്തിൽ നബിയെ സന്ദർശിക്കാൻ വേണ്ടി ഞാൻ ചെന്നു. അങ്ങനെ സംസാരം പൂർത്തിയാക്കി തിരിച്ചു പോന്നപ്പോൾ തിരുദൂതർ എൻ്റെ കൂടെ വീടുവരെ അനുഗമിച്ചു. അപ്പോഴാണ് അൻസാറുകളായ 2 സ്വഹാബിമാർ അതുവഴി വന്നത്. പ്രവാചകരെയും കൂടെ ഒരു സ്ത്രീയെയും കണ്ട അവർ നടത്തത്തിന് ധൃതി കൂട്ടി. ഇത് കണ്ട തിരുദൂതർ അവരോടായി പറഞ്ഞു, അലാ റിസ്ലിക്കുമാ, അല്പമൊന്ന് സാവകാശമാക്കൂ. ഇന്നഹാ സൊഫിയ ബിൻതു ഹുയ്, ശ്രദ്ധിക്കണേ, എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഭാര്യ സൊഫിയയാണ് ട്ടോ. അപ്പോൾ ആ സ്വഹാബിമാർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, എന്താണ് തിരുദൂതരെ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ അങ്ങനെ ഒന്നും തെറ്റായി കരുതിയിട്ടില്ലല്ലോ എന്നാണ് അതിന് അർത്ഥം വരുന്നത്. സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, എന്താണ് മുത്തുനബിയെ നിങ്ങൾ പറയുന്നത്?
ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജറദ്ദം ഫഖശീതു അൻ യഖ്ദഫ ഫീ ഖുലൂബികുമാ ശൈഅൻ. അവരോടായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കുകൾ നമ്മളും ശ്രദ്ധിക്കാനുള്ളതാണ്. പിശാച് മനുഷ്യ ശരീരത്തിൽ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജറദ്ദം. പിശാച് മനുഷ്യ ശരീരത്തിലുടനീളം ചലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ദുശ്ചിന്ത വിതച്ചാലോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഫഖശീതു, ഞാൻ ഭയപ്പെട്ടു. അൻ യഖ്ദഫ ഫീ ഖുലൂബികുമാ ശൈഅൻ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ദുശ്ചിന്തകൾ അവൻ വിതക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇത് എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞത്? മഹാന്മാർ ഈ ഹദീസ് രേഖപ്പെടുത്തി പറയുന്നുണ്ട്. വഫീഹി ഖത്ഉ മാ യുഅദ്ദി ഇലൽ ദന്നി സയ്യി ബി ഇൽഹാരിൽ ഹഖീഖത്തി ലിന്നാസി ഫിൽ വഖ്തിൽ മുനാസിബ്. കൃത്യമായ സമയത്ത് തന്നെ ജനങ്ങൾക്ക് സത്യം പറഞ്ഞു കൊടുക്കുക വഴി ഒരു ദുഷ്വിചാരത്തിലേക്ക് മനസ്സു നീങ്ങുന്നതിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടഞ്ഞു. ഇതിലൂടെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, തുറന്ന സംസാരമാണ് സംശയരോഗം തടയാനുള്ള നല്ല മാർഗം. മറ്റൊന്ന്, ഈ ചരിത്രത്തിൽ നിന്നും ഈ ഹദീസിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത് സംശയരോഗം വരാൻ എളുപ്പമാണ്. കാരണം അത് പൈശാചികമാണെന്നും ഈ ഹദീസിൽ നിന്നും നമുക്ക് ബോധ്യപ്പെട്ടു. നമുക്ക് മറ്റൊരു ചരിത്രം നോക്കാം. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി തങ്ങൾ എൻ്റെ വീട്ടിലുള്ള ഒരു രാത്രിയിൽ അല്പം ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ തിരുനബിയെ വീട്ടിൽ കാണാനില്ല. എവിടെ പോയി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നറിയാൻ വേണ്ടി മഹദി അന്വേഷിച്ചിറങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഖീ ഖബർസ്ഥാനിൽ മുഅ്മിനീങ്ങൾക്ക് സലാം പറയാനും ദുആ ചെയ്യാനും വേണ്ടി പോയതായിരുന്നു. മഹദിയുടെ ഉറക്കത്തെ ശല്യപ്പെടുത്തേണ്ട എന്ന് കരുതി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വിവരം അറിയിച്ചിരുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ ഇറങ്ങി വന്നത് കണ്ടപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, മാ ലക്കിയ ആയിഷ ആ ഗിർത്തി, എന്താ ആയിഷു, വല്ല ബേജാറുമുണ്ടായോ? ആ സമയത്ത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എങ്ങനെ ബേജാറില്ലാതിരിക്കും, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ തിരുനബിയെ കാണാതായാൽ. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആ ഖദ് ജാഅകി ശൈത്താനുക്കി, നിങ്ങളുടെ അടുത്തേക്ക് വല്ല ഷെയ്ത്താനും വന്നോ? അവിടെ മഹാന്മാർ പറയുന്നുണ്ട്, അതിനർത്ഥം ഫവസ്വസ ലക്കി ശൈത്താനുക്കി, പൈശാചികമായ വല്ല തോന്നലും നിങ്ങൾക്ക് ആ സമയത്തുണ്ടായോ ഞാൻ എവിടെ പോയി എന്നറിയുന്ന കാര്യത്തിൽ? അപ്പോൾ മഹദി ചോദിച്ചു, അവ മഴി ഷെയ്ത്താൻ, നബിയെ എൻ്റെ കൂടെ ഷെയ്ത്താൻ ഉണ്ടാകുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഅം, അതെ. വ മഅ കുല്ലി ഇൻസാൻ, എല്ലാ മനുഷ്യന്മാരെ കൂടെ ഷെയ്ത്താൻ ഉണ്ടാകുമോ? അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഅം, അതെ. വ മഅക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയുടെ കൂടെ ഷെയ്ത്താൻ ഉണ്ടാകുമോ? അതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഅം, അതെ. വലാകിൻ, പക്ഷേ റബ്ബി ആനനി അലൈഹി ഹത്ത അസ്ലമ, എൻ്റെ ഷെയ്ത്താൻ്റെ കാര്യത്തിൽ റബ്ബി എന്നെ സഹായിച്ചിട്ടുണ്ട്, അയാളെ എനിക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. ഹത്ത അസ്ലമ, അദ്ദേഹം മുസ്ലിം ആയിട്ടുണ്ട്. അഥവാ എല്ലാ മനുഷ്യന്മാരെ കൂടെയും ചിന്തകൾ വരുത്താൻ വേണ്ടി, ഒരു പൈശാചിക ചിന്തകൾ വരുത്താൻ വേണ്ടി ഇബ്ലീസിൻ്റെ കൂട്ടാളികൾ ഉണ്ടാകും. എന്നാൽ അമ്പിയാക്കന്മാർക്ക് അള്ളാഹു ഇതിൽ നിന്നും ഇസ്മത്ത്, സുരക്ഷിതത്വം നൽകിയിട്ടുണ്ട്. ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, ഈ ദുശ്ചിന്തകൾ അല്ലെങ്കിൽ സംശയരോഗം വരാൻ എളുപ്പമാണ്. അത് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ഇത് പൈശാചികമാണ്, ഇത് പിശാചിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. ചെറിയ ചെറിയ സംശയങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോകാതിരിക്കുക. ഇനി വല്ല സംശയമുണ്ടെങ്കിൽ വേഗം നമ്മൾ തുറന്ന് സംസാരിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
എത്രമാത്രം ഈ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യത്റുകു അഹ്ലഹു ലൈലൻ വകാന യഅതീഹി ഗുദുവതൻ ഔ അശിയതൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുദീർഘമായ യാത്ര പോയി തിരിച്ചു വരികയാണെങ്കിൽ, നേരം പാതിരയായിട്ടുണ്ടെങ്കിൽ, രാത്രിയായിട്ടുണ്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് പ്രവേശിക്കുമായിരുന്നില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യത്റുകു അഹ്ലഹു കാന ലാ യദ്ഖുലു ഇല്ലാ ഗുദുവതൻ ഔ അശിയതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ യാത്ര, 1 മാസവും അല്ലെങ്കിൽ 2 മാസങ്ങൾ, ചിലത് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന യാത്രകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് രാത്രിയാണ് മദീനയിലെത്തുന്നതെങ്കിൽ നേരെ വീട്ടിലേക്ക് നബി തങ്ങൾ പോകുമായിരുന്നില്ല. മദീനയിൽ പള്ളിയിലോ അല്ലെങ്കിൽ ആ യാത്ര അവസാനിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള വല്ല മരുപ്പച്ചയിലൊക്കെ ആയിരിക്കും വിശ്രമിക്കുക. എന്നിട്ട് പ്രഭാതമാകുന്ന സമയത്ത് ഗുദുവത്തൻ ഔ അശിയത്തൻ, ഗുദുവത്തൻ എന്ന് പറഞ്ഞാൽ മിൻ സ്വലാത്തിൽ ഫജ്ർ ഇല തുലൂഇ ഷംസ്, സുബഹി നിസ്കാരം മുതൽ സൂര്യോദയം വരെയുള്ള സമയം, ആ സമയത്തോ അല്ലെങ്കിൽ അഷിയത്തൻ മിൻ സവാലി ഷംസ് ഇല ഗുറൂബിഹ, ളുഹർ നിസ്കാരത്തിൻ്റെ സമയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള മഗ്രിബിൻ്റെ ആ സമയം, ആ സമയത്തൊക്കെ ആയിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കയറി ചെല്ലുക. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ചെയ്തത്? ഇതിൽ വലിയ പാഠമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, ഇങ്ങനെയാണ് നമ്മളും ചെയ്യേണ്ടത്. നിങ്ങളും രാത്രി ഇതുപോലെയുള്ള യാത്രകൾ കഴിഞ്ഞു വന്നാൽ നേരിട്ട് വീട്ടിലേക്ക് കയറി പോകരുതെന്ന് സ്വഹാബാക്കളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിരുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യത്റുഖ റജുൽ അഹ്ലഹു ലൈലൻ യതഖവ്വനുഹും ഔ യൽതമിസു അഥറാത്തിഹിം. ഈ ഹദീസിൽ നിന്നും ഏറെക്കുറെ എന്തിനാണ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരുത്സാഹപ്പെടുത്തിയതെന്ന് ബോധ്യപ്പെടും. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. അൻ യത്റുഖ റജുൽ അഹ്ലഹു, ഒരാൾ അവരുടെ കുടുംബത്തിലേക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുന്നതിന് ലൈലൻ, രാത്രിയിൽ. എന്തിനു വേണ്ടി? അഥവാ അപ്രതീക്ഷിതമായി ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച 4 ആഴ്ചകൾ, 1 മാസങ്ങൾക്ക് നീണ്ടു നിൽക്കുന്ന കച്ചവട യാത്രകളും യുദ്ധത്തിന് വേണ്ടിയുള്ള യാത്രകളൊക്കെ പോയി തിരിച്ചു വരികയാണെങ്കിൽ അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് കയറി ചെല്ലുന്നതിന്, അത് രാത്രി സമയങ്ങളിൽ പാതിരാക്ക് കയറി ചെല്ലുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിരുന്നു. യതഖവ്വനുഹും ഔ യൽതമിസു അസറാത്തിഹിം, ഒരു ചാരപ്പണി നടത്തുന്ന പോലെയുള്ള പൊടുന്നനെയുള്ള അപ്രതീക്ഷിതമായ കയറിച്ചെല്ലൽ. യതഖവ്വനുഹും, ഒരു ചാരപ്പണി ചെയ്യുന്ന പോലെ അവർക്ക് തോന്നും. എന്താണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഈ കയറി വരൽ? നമ്മൾ വല്ല സംശയിക്കുന്നതാണോ? ഇത് പറയാൻ കാരണം, ഇന്നത്തെ കാലത്ത് നമുക്ക് യാത്രകളൊക്കെ ഫോൺ വിളിച്ചും മറ്റും നേരത്തെ അവരെ അറിയിക്കാൻ പറ്റും. അന്നത്തെ കാലത്ത് ഈ യാത്രാ സംഘം തിരിച്ചു വരുന്നതോ അവരെത്തുന്ന കാര്യങ്ങളോ മുൻകൂട്ടി അറിയിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഭർത്താവ് വീട്ടിലില്ലാത്ത സാഹചര്യങ്ങളിൽ ഭർത്താവ് ഉള്ള പോലെ ആയിരിക്കില്ല സ്ത്രീകൾ ഉണ്ടാവുക. അപ്പം ഭർത്താവ് ഒരു യാത്ര കഴിഞ്ഞ്, അതും മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകളൊക്കെ നീണ്ടു നിൽക്കുന്ന യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി, അതും ശാരീരികമായി മാനസികമായി രണ്ടും ശ്രദ്ധിക്കണം. ശാരീരികമായി മാനസികമായി ഭർത്താവിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടി ഭാര്യയ്ക്ക് ഒന്ന് സമയം കൊടുക്കണം എന്നതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ ഒരു കാരണം ഇതിൽ പറയുന്നത്, അങ്ങനെ പെടുന്നനെയുള്ള ഒരു കയറിച്ചെല്ലൽ കൊണ്ട് അവർക്ക് വല്ല സംശയങ്ങളുണ്ടാവും. അഥവാ ഈ അസമയത്ത് ഒരു മുന്നറിയിപ്പില്ലാതെ കയറി വന്നത് നമ്മളെ വല്ലതും സംശയിച്ചിട്ടാണോ, എന്തെങ്കിലും അങ്ങനെയുള്ള വല്ല സംശയങ്ങൾക്കും അത് ഇടവരുത്തും. അതുകൊണ്ടുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടുകാരൊക്കെ നേരത്തെ അറിയിക്കും. മദീനത്തെ പള്ളിയിൽ എത്തിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൂതന്മാർ മുഖേനയോ മദീനത്തിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ അറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട്.
ആ വിവരം അറിഞ്ഞതിന് ശേഷം അവർക്ക് ഒരുങ്ങാനും ഒക്കെയുള്ള സമയം കൊടുത്തതിന് ശേഷമാണ് വീട്ടിലേക്ക് പ്രവേശിക്കാറുള്ളത് എന്നർത്ഥം. ഇമാം നബവി റളിയല്ലാഹു അൻഹു തൻ്റെ സ്വഹീഹ് മുസ്ലിമിൻ്റെ വ്യാഖ്യാനത്തിൽ 13-ാം വാള്യം 71-ാം പേജിൽ സവിസ്തരം ഈ വിഷയം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ചെയ്തിരുന്നത്? ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഒരു സർപ്രൈസ് ആക്കാൻ വേണ്ടി ഒരു വിവരവും കൊടുക്കാതെ കയറി ചെല്ലുന്നത്. ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ആ സംഗതി പ്രവാചക ചര്യയ്ക്ക് വിരുദ്ധമാണ്. കാരണം ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ ചെല്ലുന്നതിനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വിവരം അറിയിച്ച് അവർക്കും തന്നെ ശാരീരികമായി മാനസികമായി ഒക്കെ ഒരുങ്ങാനൊക്കെ ഉള്ള ഒരു തയ്യാറെടുപ്പിനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കണം. രണ്ടാമത്, പെടുന്നതിനുള്ള ഇത്തരം കയറി ചെല്ലൽ നമ്മളെ വല്ലതും സംശയിച്ചിട്ടാണോ എന്നൊരു തോന്നിപ്പോകൽ അവർക്കും ഉണ്ടാകും. ആ ഒരു തോന്നൽ പിന്നീട് വലിയ കലഹങ്ങളിലേക്കും ഒക്കെ നയിക്കപ്പെടുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ ഫത്ഹ് മക്ക യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് മദീനയിലേക്ക്. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു അല്പം വേഗത്തിലാണ് മദീനയിലേക്ക് വരുന്നത്. ഫത്ഹ് മക്ക യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന യാത്രയിലാണ്. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ധൃതി കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാ യുജിലുക യാ ജാബിർ, എന്താണ് ജാബിർ റളിയല്ലാഹു അൻഹു ഇത്രമാത്രം ധൃതി കാട്ടുന്നത്? അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നി ഹദീസു അഹ്ദിൻ ബി ഉർസിൻ, അഥവാ നബിയെ, ഞാനൊരു പുതുമണവാളനാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ കല്യാണം കഴിഞ്ഞ ആളാണ്. അങ്ങനെ രസകരമായതും എന്നാൽ പഠിക്കാൻ ഒരുപാടുള്ള കാര്യങ്ങളുമായിട്ടുള്ള ചില സംസാരങ്ങളൊക്കെ ആ സമയത്ത് നബിയും ജാബിർ റളിയല്ലാഹു അൻഹു തമ്മിൽ നടക്കുന്നുണ്ട്. നമുക്ക് ആ വിഷയം ഒന്ന് മാറ്റിവെക്കാം. ജാബിർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറയുന്നു, ഫലമ്മ ഖദിംന അൽ മദീന, ഞങ്ങളങ്ങനെ മദീനയിലെത്തി. റഹബിന ആലി നദ്ഖുല, അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എല്ലാവരും പ്രവേശിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഫഖാല, അന്നേരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അംഹിലു ഹത്താ നദ്ഖുല ലൈലൻ കൈ തംതശിത അശ്ശഇസതു വതസ്തഹിദ്ദ അൽ മുഗീബതു. അംഹിലു, നിങ്ങളൊന്ന് സാവകാശം പോവണം. ഈ രാത്രിയിൽ നിങ്ങൾ കുറച്ച് സാവകാശം മദീനയിൽ താമസിച്ചിട്ട് വേണം ഇനി വീട്ടിലേക്ക് പ്രവേശിക്കാൻ. മുടി ജടകുത്തിയ പെണ്ണുങ്ങൾക്ക് ആ മുടിയെല്ലാം ഒന്ന് വൃത്തിയാക്കി ശാരീരിക വൃത്തിയിലും സൗന്ദര്യത്തിലും ഒരുങ്ങാനൊന്ന് സമയം അനുവദിക്കൂ, സാവകാശം കൊടുക്കണമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നേരം ഞങ്ങളോട് പറഞ്ഞു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 5079 ഹദീസായിട്ടും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു 715 ഹദീസായിട്ടും ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, നമുക്ക് നിസ്സാരമായി തോന്നാവുന്ന കാര്യമാണെങ്കിലും സംശയത്തിന് വല്ല ഇടവരുമോ എന്ന കാര്യത്തിന് പോലും ഇടവരാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നതാണ്. മാത്രമല്ല, ഭാര്യമാരാണെങ്കിലും ഭർത്താക്കന്മാരൊരു സുദീർഘ യാത്ര കഴിഞ്ഞൊക്കെ വരുന്ന സമയത്ത് കൃത്യമായി അവരെ സ്വീകരിക്കാനുള്ളൊരു തയ്യാറെടുപ്പുകളെല്ലാം നടത്തണം. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ നടത്തണമെന്നൊരു പാഠം കൂടി നമുക്കിതിൽ പഠിക്കാനുണ്ട്. ഇന്നത്തെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, സംശയം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ബോധപൂർവം നമ്മൾ ഒഴിവാക്കണം. ഇനി വല്ലതുമുണ്ടായാൽ തുറന്ന് സംസാരിച്ച് ആ ദുർചിന്ത വരുന്നതിൽ നിന്നും സംരക്ഷിതമാകണം. ചെറിയ ചെറിയ സംശയങ്ങൾക്ക് പിന്നാലെ പോകാതിരിക്കുക. ഗതകാല ജീവിതങ്ങൾ ചൂഴ്ന്നന്വേഷിക്കാതിരിക്കുക. അങ്ങനെ നമ്മുടെ സ്നേഹബന്ധങ്ങൾ സുദൃഢമായി പൂത്തുലയട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.